ഭദ്രൻ്റെ കാര്യങ്ങളെല്ലാം അനാർക്കലീനെ ഏൽപ്പിച്ച് വന്നിട്ട് രാധികയും വരുണും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ രാധികയും വരുണും വരാൻ വൈകിയ കാരണം ഗോവിന്ദും ഗീതും ഉറങ്ങാതെ കാത്തിരിക്കുക. അങ്ങനെ ഗോവിന്ദ് ചോദിക്കുക എവിടെയായിരുന്നു ഇത്ര നേരം ചോദിക്കുമ്പോൾ രണ്ടുപേരും ഉത്തരം പറയാം. അപ്പോൾ ഗീതു പറയും നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തും നിങ്ങൾ എവിടെയാണ് പോയതെന്ന്, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ആദ്യം ഇന്ന സ്ഥലത്തേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു, അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വരുൺ പറയും. നീ എൻ്റെ ഏട്ടൻ്റെ ആദ്യ ഭാര്യയല്ലേ ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും ഇതെൻ്റെ ആദ്യ ഭാര്യ, ഇപ്പോഴും ഇവൾ തന്നെ എൻ്റെ ഭാര്യ, അല്ലാണ്ട് ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ വരുൺ ആകതാവും. അങ്ങനെ രാധിക പറയും അതെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണം, എനിക്ക് നിങ്ങളുടെ ഇതാക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വേഗം രാധിക പോകും കേട്ടോ. അപ്പോൾ ഗീതു പറയും സാധാരണ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ തല്ലുണ്ടാക്കണതാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അജാസ് വിളിക്കുകയാണ് ഗീതുവിനെ. എന്നിട്ട് പറയും ഞാൻ ഗോവിന്ദ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ എടുത്തില്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും സാറിൻ്റെ ഫോണ് ചിലപ്പോൾ സൈലൻ്റ് ആവും നീ പറഞ്ഞോ പറയും. അങ്ങനെ നമ്മുടെ അവർണികേനായിട്ട് ഹോസ്പിറ്റലാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർണികയുടെ കുഞ്ഞെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദും ഗീതും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഭദ്രൻ്റെ എല്ലാ കാര്യങ്ങളും അനാർക്കലീനെ ഏൽപ്പിച്ചിട്ട് രാധികയും വരുണും കൂടി വേഗം വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരെ കാത്തിട്ട് ഗീതും ഗോവിന്ദും ഉറങ്ങാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഉത്തരം പറയുക. വരുൺ പറയും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയതാ പറയും. രാധികയാണെങ്കിൽ ഞങ്ങൾ പറയാൻ കിട്ടുന്നില്ല അമ്മ.